അപ്പോൾ ഇന്ന് നമ്മളുടെ SSLCയുടെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കീപ്പിംഗ് ഡിസീസസ് അവേ അല്ലെങ്കിൽ അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്ലാന്റ് ആൻഡ് അനിമൽ ഡിസീസസ്, സസ്യരോഗങ്ങളും ജന്തുരോഗങ്ങളും എന്ന് പറയുന്ന കുഞ്ഞു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് ആകെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. നിങ്ങൾക്ക് അസുഖം ഉണ്ടാക്കുന്നത് ബാക്ടീരിയ ആണോ വൈറസ് ആണോ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനും ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ടോപ്പിക്കിൽ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹെഡിങ്ങിൽ തന്നെ ഉണ്ടായിരുന്നു അനിമൽ ഡിസീസസും പ്ലാന്റ് ഡിസീസസും അല്ലേ. സസ്യരോഗങ്ങളും ജന്തുരോഗങ്ങളാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ അസുഖങ്ങളെ പ്ലാന്റ്സിനുണ്ടാവുന്ന അസുഖങ്ങളെന്നും അതുപോലെ തന്നെ ജന്തുക്കൾക്ക് ആനിമൽസിനുണ്ടാവുന്ന അസുഖങ്ങളെന്നും നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം നോക്കാൻ പോകുന്നത് ആനിമൽസിന് ജന്തുക്കൾക്ക് ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. കാരണം എന്താ അറിയാമോ, ജന്തുക്കൾക്കാകെ 2 ആൾക്കാരുണ്ടാക്കുന്ന അസുഖങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്ന് നമ്മളുടെ അനിമൽസിന് ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖം, ഓക്കെ, പിന്നെ വൈറസ് ഉണ്ടാക്കുന്ന അസുഖം. കഴിഞ്ഞു. 2 അസുഖങ്ങൾ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് തീർന്നു. ഓക്കെ, പിന്നെ നമ്മളുടെ പ്ലാന്റ്സിന് ഒരാളുകൂടി അസുഖം ഉണ്ടാക്കുന്നുണ്ട്. പാവം പ്ലാന്റ് ബാക്ടീരിയ ഉണ്ടാക്കുന്നുണ്ട്, ദെൻ വൈറസ് ഉണ്ടാക്കുന്നുണ്ട്, ഫംഗസ് കൂടി ഉണ്ടാക്കുന്ന അസുഖങ്ങളെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അപ്പോൾ ആനിമൽസിന് ഫംഗസ് ഉണ്ടാക്കുന്നില്ലേ? ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവർക്കും അസുഖം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് പഠിക്കാനില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മളുടെ അനിമൽ ഡിസീസസ് ആണ്. ഓക്കെ, ജന്തുക്കൾക്ക് ഉണ്ടാവുന്ന അസുഖങ്ങൾ. സോ ഫസ്റ്റ് നമുക്ക് ഏത് നോക്കാം, ബാക്ടീരിയ ജന്തുക്കൾക്ക് ഉണ്ടാവുന്ന അസുഖം ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആനിമൽസിന് ആദ്യം ഉണ്ടാക്കുന്നത് നമ്മളുടെ ബാക്ടീരിയ എന്ത് അസുഖം ഉണ്ടാക്കുന്നതെന്ന് അറിയാവോ? ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു അസുഖമാണ് ആന്ത്രാക്സ്. ഇത് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ആന്ത്രാക്സ് തന്നെയാണ് നമ്മളതിനെ മലയാളത്തിലും പറയാം. അപ്പോൾ ആനിമൽസിന് ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു അസുഖത്തിൻ്റെ പേരാണ് ആന്ത്രാക്സ്. പിന്നെ ഒരു അസുഖമാണ് ഏതെന്നറിയാവോ? പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന അസുഖമാണ് നമ്മളുടെ ഇൻഫ്ലമേഷൻ ഓഫ് അഡർ. ഇതിന് നമ്മൾ മലയാളത്തിൽ പറയും അകിട് വീക്കം. ഓക്കെ, അകിട് വീക്കം. അപ്പോൾ ആർക്കാ അകിട് ഉണ്ടാവുക? ഫീമെയിൽസിനല്ലേ, പാല് അതിനകത്തുനിന്നാണ് വരിക. ഫീമെയിൽ ആയിട്ടുള്ള കാറ്റിൽസിനൊക്കെയാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ പശുവിന് ഇപ്പോൾ അഡറിന് വീക്കം വന്നതാണ്. അകിട് എന്താവാണ്, ബാക്ടീരിയൻ്റെ ഇൻഫെക്ഷൻ കാരണം. ആരാണ് ഈ അസുഖം ഉണ്ടാക്കിയത്? നമ്മളുടെ ബാക്ടീരിയ ആണ്. അപ്പോൾ ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ കാരണം അകിട് ഇങ്ങനെ വീർത്തു വരികയാണ്. കണ്ടോ, ഇതിങ്ങനെ വീർത്തു വന്നു. സാധാരണ എന്താ പറയുക, പൈക്കിടങ്ങളുള്ള പശുക്കളൊക്കെ ആണെങ്കിൽ, ആ പശുവിന് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പാല് നിറഞ്ഞിട്ട് അകിട് ഇങ്ങനെ വീങ്ങാറുണ്ടല്ലേ, വലുതാവാറുണ്ട്. പക്ഷേ ഇതുപോലെ വീങ്ങുന്നത് എന്താണ്? ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണമാണ് ഇങ്ങനെ വീങ്ങുന്നത്. സോ ബാക്ടീരിയ ഉണ്ടാക്കുന്ന 2 അസുഖങ്ങൾ നമുക്ക് ആനിമൽസിൽ പഠിക്കാനുള്ളത്. ഒന്ന് ആന്ത്രാക്സും, ഓക്കെ, രണ്ടാമത്തത് അകിട് വീക്കം, ഇൻഫ്ലമേഷൻ ഓഫ് അഡർ. കഴിഞ്ഞു. ഇന്ന് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് നമ്മളുടെ വൈറസ് ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ്. വൈറസ് ഭാഗ്യത്തിന് ആനിമൽസിന് ഒരു അസുഖം ഉണ്ടാക്കുന്നതേ നമുക്ക് പഠിക്കാനുള്ളൂ. അതാണ് നമ്മളുടെ ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ്. ഇതിന് നമ്മൾ മലയാളത്തിൽ പറയും കുളമ്പു രോഗം. ഓക്കെ, കുളമ്പു രോഗം. നിങ്ങൾ ഈ കുളമ്പ് എന്ന് പറഞ്ഞത് കണ്ടിട്ടുണ്ടാവും അല്ലേ? പശുവിൻ്റെയൊക്കെ കാലിൻ്റെ താഴെയായിട്ട്, ഇപ്പം ഇതാണ് പശുവിൻ്റെ കാലെന്ന് കരുതുക. ഇത് പശുവിൻ്റെ കാലാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കറുത്ത സാധനം, നമ്മൾ ഹീൽസ് ഉള്ള ചെരുപ്പ് പോലെ ഒരു സാധനം കണ്ടിട്ടില്ലേ? അതിനെയാണ് നമ്മൾ കുളമ്പ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് പശു നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ കുറേയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ വൈറസിന് ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുളമ്പിന് അസുഖം വരും. അപ്പോൾ പശുവിന് നല്ലോണം നടക്കാനൊന്നും പറ്റില്ല, ഭയങ്കര വേദനയൊക്കെ ആയിരിക്കും. പിന്നെ പശുവിൻ്റെ വായയിലും ഈ ഒരു വൈറൽ ഇൻഫെക്ഷൻ വരും. അതുകൊണ്ടാണ് അതിനെ ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുളമ്പ് രോഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കണ്ടോ, ഇതാണ് നമ്മളുടെ കുളമ്പ്. ഇതാണ് കുളമ്പ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇവിടെ ഇൻഫെക്ഷൻ വന്നപ്പോൾ കണ്ടോ, ഇവിടെ ഇതിങ്ങനെ ഇൻഫെക്ഷൻ. ഇത് നോർമൽ കുളമ്പാണ്, നോർമൽ.
പക്ഷെ ഇതെന്ത് വന്നു, ഇൻഫെക്ഷൻ വന്നിട്ട് ഇവിടേക്ക് ഇങ്ങനെ കീറിയത് പോലെ, ഇങ്ങനെ മുറിഞ്ഞത് പോലെയായി. ഓക്കെ, പിന്നെ കണ്ടോ നമ്മളുടെ പശുവിൻ്റെ വായിൽ എവിടെ കണ്ടോ പൊട്ടി, ഇവിടെയും ഇൻഫെക്ഷൻ വന്നു, വൈറൽ ഇൻഫെക്ഷൻ ആണ്. അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, വൈറസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കാലിലും വായിലും ഒക്കെ വൈറസിൻ്റെ ഇൻഫെക്ഷൻ വരും. ആൻഡ് കാലിലുണ്ടാവുന്ന ആ സാധനത്തിന് നമ്മൾ കുളമ്പ് എന്നാ പറയുക. അപ്പോൾ കുളമ്പിന് ഉണ്ടാവുന്ന രോഗം കുളമ്പ് രോഗം, മലയാളത്തിൽ കുളമ്പ് രോഗം എന്ന് പറയും. ഇംഗ്ലീഷ് മീഡിയത്തിലുകാർക്കാണെങ്കിൽ ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ്. ആരുണ്ടാക്കുന്നയാ, വൈറസ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞു. ഇത്ര സിമ്പിളായിട്ടുള്ള, അങ്ങനെ ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ പ്ലാന്റ് ഡിസീസാണ്. അപ്പം ഇതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്ലാന്റ് ഡിസീസസും ഇതേ പഠിച്ചു കഴിഞ്ഞു. അപ്പം നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ ബാക്ടീരിയ. ഓക്കെ, ബാക്ടീരിയ ആണ് എന്തുണ്ടാക്കുന്നത്, നമുക്ക് ഈ ഒരു പ്ലാന്റ് ഡിസീസ് ഉണ്ടാക്കുന്ന ഫസ്റ്റ് ആളെ പഠിക്കാനുള്ളത്. അപ്പം ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഓക്കെ മൊസൈക്ക് ഡിസീസ്. സോറി, മൊസൈക്ക് ഡിസീസ് അല്ല, ബ്ലൈറ്റ് ഡിസീസ്. ബ്ലൈറ്റ് നിങ്ങൾക്കിത് എങ്ങനെ ആലോചിക്കാം, ബ്ലൈറ്റ് ഇവിടെ എന്താ എഴുതിക്കുന്നത്, ബി ആണല്ലേ, ബി. അപ്പോൾ ബ്ലൈറ്റ് ഡിസീസ് ഫോർ ബാക്ടീരിയ, ബ്ലൈറ്റ് ബി ബാക്ടീരിയ. ഓക്കെ, ബ്ലൈറ്റ് ഡിസീസ് ഉണ്ടാക്കുന്ന ആരാണ്, നമ്മളുടെ ബാക്ടീരിയ ആണ്. ബ്ലൈറ്റ് ഡിസീസ് ഇൻ പാഡി, നെല്ലിലെ ബ്ലൈറ്റ് രോഗം. ഓക്കെ, പാഡിയിൽ നെല്ലിൽ എന്തുണ്ടാക്കുന്നുണ്ട്, ബ്ലൈറ്റ് ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്തതാണ് വിൽറ്റ് ഡിസീസ്. വിൽട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാടുക എന്നാണ് അർത്ഥം. ഓക്കെ, വിൽറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടരോഗം. ഓക്കെ, വാട്ടരോഗം. വിൽറ്റ് ഡിസീസ് എന്ന് പറഞ്ഞാൽ വാട്ടരോഗം. ആരിലാണ് ഈ ഒരു വാട്ടം ഉണ്ടാക്കുന്നത്, വിൽറ്റ് ഡിസീസ് ഉണ്ടാക്കുന്നത്, വിൽറ്റ് ഡിസീസ് ഇൻ ബ്രിഞ്ചോൾ. ബ്രിഞ്ചോള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മളുടെ വഴുതനയാണ്. അപ്പം ഈ വഴുതന വാടിപ്പോവും. സാധാരണ നല്ല സുന്ദരമായ വഴുതനയായിരുന്നു, നല്ല ഇങ്ങനെ പച്ച തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള നമ്മളുടെ സുന്ദരമായ വഴുതനയ്ക്ക് എന്ത് പറ്റുകയാണ്, വാടിപ്പോവാണ്. സോ വാട്ടരോഗം ആരിലുണ്ടാകും, ബ്രിഞ്ചോളിലുണ്ടാകും. ഓക്കെ, വാട്ടരോഗം, ബ്രിഞ്ചോൾ വാടിപ്പോകും. അതുപോലെ ബ്ലൈറ്റ് രോഗം പാഡിയിൽ. ദേ നോക്കിക്കോ, അസുഖം നോക്കിക്കോ, ഇത് കണ്ടോ, ഇത് നമ്മളുടെ നെൽച്ചെടിയാണ്. ഈ നെൽച്ചെടിക്ക് എന്താ പറ്റിയത്, ഈ നെൽച്ചെടി നല്ല പച്ചയായിട്ട് നല്ല അടിപൊളിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നെൽച്ചെടിയുടെ ഇടയിൽ കണ്ടോ ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ഇങ്ങനെ പൊട്ട് പോലെ. അപ്പം അതിൻ്റെ ക്ലോറോഫിലൊക്കെ പോയില്ലേ, പച്ചയൊക്കെ പോയി കഴിഞ്ഞാൽ ക്ലോറോഫിൽ ഇല്ല. അപ്പം അതിന് ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റുമോ, പ്രകാശ സംശ്ലേഷണം നടത്താൻ പറ്റുമോ, പറ്റൂല. അപ്പം എന്താണ്, അസുഖം ബാധിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള നെല്ല് കിട്ടില്ല. ഓക്കെ, അതാണ് നമ്മളുടെ ബ്ലൈറ്റ് രോഗം ഇൻ പാഡി. പിന്നെ നമ്മളുടെ കണ്ടോ, ഇത് നമ്മളുടെ സുന്ദരമായ വഴുതനയാണ്. ഓക്കെ, ഈ വഴുതന എന്തായി പോവാണ്, വാടിപ്പോവാണ്. അതാണ് ബ്രിഞ്ചോളിലെ വഴുതനയിലെ വാട്ടരോഗം. കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ വൈറസിനെയാണ്. ഓക്കെ, വൈറസ്. രണ്ടാമതായിട്ട് നമുക്ക് അസുഖം ഉണ്ടാക്കുന്നത് നമ്മളുടെ വൈറസ് ആണ്. വൈറസ് ഉണ്ടാക്കുന്നൊരു അസുഖമാണ് മൊസൈക്ക് ഡിസീസ്. മൊസൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൊസൈക്ക് ടൈലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മൊസൈക്ക് ടൈൽ എങ്ങനെയാണെന്ന് അറിയാമോ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഞാനിവിടെ ഒരു മൊസൈക്ക് ടൈൽ വരയ്ക്കാം. ഇതാണ് മൊസൈക്ക് ടൈൽ പീസ് എന്ന് കരുതാം. അപ്പോൾ മൊസൈക്ക് ടൈലിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ഗ്രീൻ, അവിടെ ഇങ്ങനത്തെ ഒരു കളറൊക്കെ ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞ് അപ്പുറത്ത് വേറൊരു കളറൊക്കെ ഉണ്ടാവും. ഇങ്ങനെ എല്ലാം കൂടെ മിക്സാണ് മൊസൈക്ക് ടൈലിലുണ്ടാവുക. ഓക്കെ, ഇനി ഇതാ ഇതിൻ്റെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വേറെ ഏതെങ്കിലും കളർ, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നതാണെങ്കിൽ നമ്മളതിനെ മൊസൈക്ക് എന്ന് പറയും, മൊസൈക്ക് ടൈൽ എന്നൊക്കെ പറയും. അപ്പോൾ മൊസൈക്ക് ഡിസീസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളുടെ ലീവ്സൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക, നല്ല പച്ച ലീവ്സാണ് ഉണ്ടാവുക അല്ലേ, ഇങ്ങനെയാണ് സാധാരണ ലീവ്സ് ഉണ്ടാവുക. പക്ഷേ ഈ വൈറസ് ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ലീവ്സിലൊക്കെ എന്താവും അറിയാമോ, മൊസൈക്ക് പാറ്റേൺ വരും. മൊസൈക്ക് പാറ്റേൺ എന്ന് പറയുമ്പം ഇവിടെയൊക്കെ കുറച്ച് നല്ല ഗ്രീൻ ആയിരിക്കും, ഇടയ്ക്ക് എന്താവും അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് ഇവിടെ കുറച്ചൊരു യെല്ലോ കളറൊക്കെ വരും. കുറച്ചൊരു വാടിയാലല്ലേ സാധാരണ യെല്ലോ കളർ വരിക, പക്ഷെ ഇതുപോലെയാകും ഇലകളൊക്കെ. അപ്പോൾ ക്ലോറോഫില്ല് പോയി മഞ്ഞ കളറായി. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കുമോ, ഇല്ല. പ്രകാശ സംശ്ലേഷണം നടക്കില്ല, ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല, പ്ലാന്റ് വാടിപ്പോവും.
ഓക്കെ, അതാണ് ഒരു അസുഖം. ഇത് ആരിലൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു മൊസൈക്ക് ഡിസീസ് കാണുന്നത് ഒന്ന്, ഓക്കെ, മൊസൈക്ക് ഡിസീസ്, മൊസൈക്ക് രോഗം ഇൻ പി, പയറിൽ, ഓക്കെ, പയർ ചെടിയിലെ മൊസൈക്ക് രോഗം. രണ്ടാമത് ടാപ്പിയോക്ക, മരച്ചീനി, ഓക്കെ, മരച്ചീനിയിലുള്ള മൊസൈക്ക് രോഗം. ഇതൊന്ന്. ഓക്കെ, പിന്നെ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് ബഞ്ചി ടോപ്പ് ഓഫ് ബനാന. നമ്മളുടെ ബനാനേനെ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് ഇവിടെ അസുഖം എഴുതാം, ബഞ്ചി ടോപ്പ്. ബഞ്ചി ടോപ്പ്, ബഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കെട്ട് അല്ലേ. അപ്പോൾ ടോപ്പ് ബനാന, അതായത് നമ്മുടെ വാഴേൻ്റെ ടോപ്പിൽ എന്തുണ്ടാവുകയാണ്, ഇങ്ങനൊരു കൂട്ടമായി കിടക്കുകയാണ്. ഓക്കെ, അതിനെയാണ് ബഞ്ചി ടോപ്പ് ഓഫ് ബനാന എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ വാഴയിലെ കുറുനാമ്പ് രോഗം, കുറുനാമ്പ് രോഗം, കുറുനാമ്പ് രോഗം. ഓക്കെ, അപ്പം മിസ് എന്ത് ചെയ്യാം, ഇവിടെ ഒരു വാഴേനെ വരച്ചു തരാം. അപ്പം ഇതാണ് നമ്മളുടെ വാഴച്ചെടി. ഓക്കെ, ഇതാണ് വാഴയുടെ തണ്ട്. എങ്ങനെയാണ് വാഴയില ഉണ്ടാവുക, നല്ല നിവർന്ന ഇലയാണ് അല്ലേ, വാഴയ്ക്ക് നടുവിൽ ഇങ്ങനെ ഒരു ലൈനൊക്കെ ഉണ്ടാവും. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ വാഴയില ഉണ്ടാവുക. നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വാഴയിലേനെ എടുക്കാം. ഇങ്ങനെയാണ് സാധാരണ വാഴയില ഉണ്ടാവുക അല്ലേ. ഇവിടെ നല്ല പഴമൊക്കെ ഉണ്ടാവും. ഇവിടെ ഒരു ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പഴം, ഇതിൻ്റെ ഇടയിൽ താഴെയായിട്ട് എന്തുണ്ടാകും, താഴെയായിട്ട് ഇവിടെ ഒരു സാധനം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും, ഇങ്ങനെ ഒരു സാധനം അല്ലേ. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ വാഴ. സാധാരണ ഇലകളൊക്കെ നല്ലപോലെ സ്പ്രെഡായിട്ടിരിക്കുകയാണ്. പക്ഷെ വൈറസ് വന്ന് നമ്മളുടെ വാഴേനെ ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും അറിയാമോ, വാഴയുടെ മുകളിൽ, അതായത് ഏറ്റവും ടോപ്പിലായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കൂട്ടമായി പോകും. ഇവരിങ്ങനെ സ്പ്രെഡായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്നതിന് പകരം ഒരു കൂട്ടം വാഴയിലകൾ വരും. അത് അവർക്ക് നന്നായിട്ട് വിരിയാനും പറ്റില്ല. ഓക്കെ, അതിനാണ് നമ്മൾ ബഞ്ചി ടോപ്പ് ഓഫ് ബനാന എന്ന് പറയാം. ആൻഡ് ഇതാണ് കണ്ടോ മൊസൈക്ക് പാറ്റേൺ, കണ്ടോ മൊസൈക്ക്, ഇവിടെ കുറച്ച് പച്ച, ഇവിടെ കുറച്ച് പച്ച, ഇവിടെ കുറച്ച് പച്ച, ഇവിടെ കുറച്ച് പച്ച, ഇടയിൽ കുറച്ച് ഇളം പച്ച, അങ്ങനെ ഒരു മൊസൈക്ക് പാറ്റേൺ. ഓക്കെ, ഇതിപ്പോൾ ടാപ്പിയോക്കയാണ്, നമ്മളുടെ കപ്പയാണ്. അപ്പോൾ ടാപ്പിയോക്കയിലും അതുപോലെ പയർ ചെടിയിലും എന്തുണ്ടാകും, മൊസൈക്ക് രോഗം, മൊസൈക്ക് ഡിസീസ് ഉണ്ടാകും. ബഞ്ചി ടോപ്പ് ബനാനയിലാണ് ഉണ്ടാവുക. കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് ഒരൊറ്റൊരാളെ കൂടി നമുക്ക് പഠിക്കാനുള്ളൂ. അതാണ് നമ്മളുടെ ഫംഗസ് ഉണ്ടാക്കുന്ന അസുഖം. ഫംഗസ്, മൂന്നാമതായിട്ട് ഫംഗസ് ആണ് പ്ലാന്റ്സിൽ അസുഖം ഉണ്ടാക്കുക. ഓക്കെ, അതിലൊന്നാണ് നമ്മൾ നേരത്തെ ബാക്ടീരിയനെ പഠിച്ചില്ലേ, വാട്ടരോഗം, വിൽറ്റ് ഡിസീസ് ഇൻ ബ്രിഞ്ചോൾ. ഇവിടെ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിഞ്ചോളിൽ പതിയെ പതിയെ വാടിപ്പോവും. ഇത് ക്വിക്ക് വിൽട്ടാണ്, പെട്ടെന്ന് അങ്ങോട്ട് വാടിപ്പോവും. ഓക്കെ, അതുകൊണ്ട് ദ്രുതഗതിയിൽ വാടുന്നത് കൊണ്ട്, ക്വിക്കായിട്ട് വിൽറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പറയും ക്വിക്ക് വിൽട്ട് അല്ലെങ്കിൽ ദ്രുതവാട്ടം. ഓക്കെ, സോ ക്വിക്ക് വിൽട്ട്, ക്വിക്ക് വിൽട്ട് ഇൻ പെപ്പർ. പെപ്പറിലാണ് ഇത് കാണുന്നത്. പെപ്പറിനെയാണ് ഈ ഒരു ഫംഗസ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. ദ്രുതവാട്ടം, കുരുമുളകിലെ ദ്രുതവാട്ടം, കുരുമുളകിലെ ദ്രുതവാട്ടം, ദ്രുതവാട്ടം, കുരുമുളകിലെ ദ്രുതവാട്ടം. ഒറ്റ ഒന്നുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഓക്കെ, അത് ഏതാണെന്നറിയാവോ, ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്. കോക്കനട്ടിൻ്റെ കൂമ്പ്, അതായത് ടോപ്പിലുള്ള ഭാഗം ചീഞ്ഞു പോവുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ബഡ് റോട്ട് ഓഫ് കോക്കനട്ട് എന്ന് പറയാം. ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്. കൂമ്പു ചീയൽ, കൂമ്പു ചീയൽ, അത് കാണിച്ചു തരാലോ. ഇതാണ്, ഇങ്ങനെയാണ് ഉണ്ടാവുക. കൂമ്പുചീയൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കോക്കനട്ട് ഇങ്ങനെ ഉണ്ടാവും. സാധാരണ തെങ്ങ് എങ്ങനെയാണ് ഉണ്ടാവുക, നമ്മൾ നേരത്തെ വാഴേനെ വരച്ചതുപോലെയല്ല, നല്ല ഭംഗിയിലാണ് തെങ്ങ് ഉണ്ടാവുക അല്ലേ. നല്ല ഓലകളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന നല്ല നമ്മളെ കേരളത്തിൻ്റെ ഭംഗിയാണ് നമ്മുടെ തെങ്ങ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെ നിൽക്കേണ്ട തെങ്ങിൻ്റെ ഇലകളൊക്കെ എവിടെ പോയി, ഒന്നുമില്ല, എല്ലാം വാടിപ്പോയി, എല്ലാം ചീഞ്ഞു പോയി. അതാണ് കൂമ്പ് ചീയൽ. കോക്കനട്ടിലെ അല്ലെങ്കിൽ നമ്മളുടെ തെങ്ങിലെ കൂമ്പ് ചീയൽ, ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്. പിന്നെ പെട്ടെന്ന് കുരുമുളക് ഇങ്ങോട്ട് പെട്ടെന്ന് വാടിപ്പോവുക, ദാറ്റ് ഈസ് ദ്രുതവാട്ടം, ക്വിക്ക് വിൽട്ട് ഇൻ പെപ്പർ. കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ ഡിസീസസാണ് പഠിച്ചത്? ദേ, ആനിമൽ ഡിസീസസും ഉണ്ട്, പ്ലാന്റ് ഡിസീസസും ഉണ്ട്. ആദ്യം ആനിമൽ ഡിസീസസിൽ നമുക്ക് ആകെ ബാക്ടീരിയയും വൈറസും മാത്രമാണ് ഉണ്ടാക്കുന്നത്.
ബാക്ടീരിയ ആകെ ഒരു ആന്ത്രാക്സും പിന്നെ ഇൻഫ്ലമേഷൻ ഓഫ് അഡറും അഗീഡ് വീക്കവും. പിന്നെ വൈറസ് ആണെങ്കിൽ ഒരു കുളമ്പ് രോഗം, ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, കഴിഞ്ഞു. പ്ലാന്റ് ഡിസീസസ് ആണെങ്കിൽ നമുക്ക് ബാക്ടീരിയ ഉണ്ടാക്കും, വൈറസ് ഉണ്ടാക്കും, ഫംഗസും ഉണ്ടാക്കും അല്ലേ. ബാക്ടീരിയ ആണെങ്കിൽ എന്താണ്? മൊസൈക്ക് രോഗം, പാഡിയിൽ. പിന്നെ നമ്മളുടെ ബ്രിഞ്ചോള് വാടിപ്പോവാണ്, വിൽറ്റ് ഡിസീസ്. പിന്നെ വൈറസ് ആണെങ്കിൽ മൊസൈക്ക് ടൈല്, നമ്മളുടെ പീയില്, പയറ് ചെടിയിലും അതുപോലെ തന്നെ ടാപ്പിയൊക്കെ, മരച്ചീനിയിലും. പിന്നെ എന്തുണ്ടാക്കുന്നുണ്ട്? ബഞ്ചി ടോപ്പ് ഓഫ് ബനാന, കുറുനാമ്പ് രോഗം. പിന്നെ ഫംഗസ് ഉണ്ടാക്കുന്ന ക്വിക്ക് വിൽട്ട്, പെട്ടെന്ന് വാടിപ്പോവുക, ദ്രുതവാട്ടം. പിന്നെ ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്, കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? ഓക്കെ. ഇനി ഇതിലുള്ള എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് കൂടി മിസ് കാണിച്ചു തരാം. അതുകൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒന്നും ചിന്തിക്കാനുണ്ടാവില്ല. അപ്പം ഇവിടെ നമുക്ക് പ്ലാന്റ് ഡിസീസസിൻ്റെ ആണ് ഒരു ക്വസ്റ്റ്യൻ വന്നത്. ഈ ബ്ലാങ്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, ഈ ഒരു വിട്ട ഭാഗം പൂരിപ്പിക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് നമ്മളുടെ നെല്ലിലെ ബ്ലൈറ്റ് രോഗം എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബ്ലൈറ്റ് രോഗം. അപ്പോൾ ഈ ബ്ലൈറ്റ് രോഗം ഉണ്ടാക്കുന്ന ആൾ ആരാണ്? അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. നോക്കിക്കേ, ബി അല്ലേ? ബ്ലൈറ്റ് രോഗം ആരായിരിക്കും? അപ്പോൾ നമ്മളുടെ ബാക്ടീരിയ. ഓക്കെ, ഇനി ഇവിടെ വൈറസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈറസ് പയറ് ചെടിയിൽ എന്താ ഉണ്ടാക്കുക? യെസ്, മൊസൈക്ക് ഡിസീസ് ആണ് ഉണ്ടാക്കുക. മൊസൈക്ക് രോഗം, മൊസൈക്ക് ഡിസീസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം മൊസൈക്ക് രോഗം. ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു ബഡ് റൂട്ട് മാത്രമാണ് പറഞ്ഞത്. ബഡ് റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂമ്പ് ചീയൽ. അപ്പൊ കൂമ്പ് ചീയൽ ആരിലാണ് കാണുക അല്ലേ? അതാണ് ഡി. ആൻഡ് സി, ആരാണ് ഈ അസുഖം ഉണ്ടാക്കുക? ആരില? നമ്മൾ ലാസ്റ്റ് ആയിട്ട് പഠിച്ചത് ആരാ? നമ്മളുടെ കൂമ്പ് ചീയൽ നമുക്ക് കാണാൻ പറ്റുക കോക്കനട്ടിലാണല്ലേ, തെങ്ങിലാണ് കാണാൻ പറ്റുക, തെങ്ങ് അല്ലേ, കോക്കനട്ട് ട്രീയിലാണ് കാണാൻ പറ്റുക. ഇത് ഉണ്ടാക്കുന്നത് നമ്മളുടെ ഫംഗസ് ആണ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ എത്ര മാർക്ക് കിട്ടും? 1, 2, 3, 4, 5. ഓക്കെ, നമുക്കിവിടെ 5 മാർക്ക്. 5 മാർക്കല്ല, ചിലപ്പോൾ 2.5 മാർക്കോ അല്ലെങ്കിൽ 2 മാർക്കോ 3 മാർക്കോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 4 എണ്ണമാണ് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നല്ലേ. ഇതേ 1 ഹാഫ് മാർക്ക്, ഇവിടെ ഹാഫ് മാർക്ക്, ഇവിടെ ഹാഫ് മാർക്ക്, ഇവിടെ ഹാഫ് മാർക്ക്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ട് കിട്ടില്ലേ? ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളുടെ സസ്യരോഗങ്ങളും ജന്തുരോഗങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ പ്ലാന്റ് ഡിസീസസ് ആൻഡ് അനിമൽ ഡിസീസ് എന്ന് പറയുന്ന ടോപ്പിക്ക് കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്നാണ് മിസ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്കിൽ കാണാം. താങ്ക് യു സോ മച്ച്.